കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടി തൃശൂർ മാടക്കത്തറ പഞ്ചായത്ത് നിവാസികൾ 6 മാസത്തിനിടയിൽ ലക്ഷങ്ങളുടെ കൃഷിനാശമാണ് കാട്ടാന ആക്രമണത്തിൽ പഞ്ചായത്തിലുണ്ടായത്. വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വനം വകുപ്പ് അധികൃതരും സർക്കാരും യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നാണ് ജനങ്ങളുടെ പരാതി. കാടും മലയും കടന്ന് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന കൊമ്പന്മാരെ തുരത്തുന്നതിന് മാടക്കത്തറക്കാർ കാലങ്ങളായി സ്വീകരിക്കുന്ന മാർഗം ഇതാണ്. പടക്കങ്ങൾക്ക് മുന്നിൽ ഭയന്ന് പിന്മാറാത്ത ആനകൾ വരുത്തിയ നാശത്തിന്റെ ചില കാഴ്ചകളാണിത്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ വിളിച്ചു പറഞ്ഞാൽ അവർ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗുണ്ട് പൊട്ടിക്കുക, അവനെ കാട്ടിലേക്ക് കയറ്റിയെന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. കാട്ടിലേക്കാണോ കാരണം അപ്പുറത്തെ പറമ്പേക്കാണോ കാരണം നമ്മൾ സ്ഥിരീകരിക്കണമെന്നില്ല. ശരിക്കും പേടി കൊണ്ട് ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ കവലയിലൊക്കെ നല്ല മാതിരി ഒരു 8 മണി വരെ നല്ല തിരക്കുള്ള ഇതാണ്. ഇപ്പോൾ 8 മണിയെന്നല്ല 6 മണിയാകുമ്പോഴത്തേനും ആൾക്കാർ മുഴുവൻ പോവും. കച്ചവടക്കാർ പറയണേ ആൾക്കാരില്ലല്ലോ എന്നാണ് പറയണേ. ഇവിടെ ഇപ്പോൾ ഏകദേശം ആന ഇറങ്ങി തുടങ്ങിയിട്ട് 1 വർഷത്തിൻ്റെ അടുത്താ പറയുന്നുണ്ട്. അപ്പോൾ പല കൃഷിക്കാരുടെയും കൃഷി നാശമുണ്ടായിട്ടുണ്ട്. അത് ഗവൺമെൻറ് തലത്തിൽ ജസ്റ്റ് ഒന്ന് വന്ന് അന്വേഷിക്കുക, അതിന് എന്താണ് പറ്റിയെന്ന് ചോദിച്ച് പോവുകയല്ലാതെ ഇതുവരെ ഒരാൾക്കും ആനുകൂല്യം കിട്ടിയതായിട്ട് നമുക്കറിയില്ല. ഇവിടെ വടക്കാഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ കുതിരാൻ തുരങ്കം തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതലാണ് മാടക്കത്തറയിൽ കാട്ടാനശല്യം രൂക്ഷമായത്. കഴിഞ്ഞ 6 മാസമായി പഞ്ചായത്തിലെ പുല്ലങ്കണ്ടം, SN മുക്ക്, കല്ലിഞ്ചാൽ, വാരികുളം, നിന്നുകുഴി പ്രദേശങ്ങളിൽ കാട്ടാനകൾ നിത്യസന്ദർശകരായി മാറിയെന്ന് ജനങ്ങൾ പറയുന്നു. വന്യമൃഗശല്യത്തിൽ നിരന്തരം പരാതികൾ ഉയർന്നതോടെ തെക്കുംകര പഞ്ചായത്തിലെ മേലില മുതൽ മാടക്കത്തറ പഞ്ചായത്തിലെ നിന്നുകുഴി വരെ 8.5 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് വാളുകൾ നിർമ്മിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചിരുന്നു. 16 ലക്ഷം രൂപ ഇതിനായി സർക്കാർ അനുവദിച്ചെങ്കിലും നിർമ്മാണം എന്ന് തുടങ്ങുമെന്ന് പറയാൻ പഞ്ചായത്ത് അധികൃതർക്കും സാധിക്കുന്നില്ല. അത് വനംവകുപ്പും അതുപോലെ ത്രിതല പഞ്ചായത്തിലൊക്കെ നന്നായി ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം കൃഷി വകുപ്പ് മുഖേന നമ്മളിപ്പോൾ 16 ലക്ഷം രൂപയുടെ ഒരു ഫെൻസിങ്ങിനുള്ള എസ്റ്റിമേറ്റ് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പാസ്സായി നമ്മളതിൻ്റെ നടപടിയിലേക്ക് പോവുകയാണ്. തെക്കുംകര മാടക്കത്തറ പഞ്ചായത്തിലെ ബന്ധിപ്പിച്ചുകൊണ്ട് മേലിലം മുതൽ അച്ചിത്തോട് നിന്നുകൂടി ഇപ്പോൾ ഈ ആന ഇറങ്ങിയെന്ന് പറയുന്ന പീറ്ററിൻ്റെ വീടിൻ്റെ ഭാഗം വരെയുള്ള ഭാഗത്ത് ഫെൻസിങ്ങിന് 16 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കൃഷിനാശമുണ്ടായ കർഷകരിൽ നിന്നും നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷകൾ പഞ്ചായത്ത് മുറ പോലെ വാങ്ങാറുണ്ട്. ഈ തുക എന്ന് ലഭ്യമാകുമെന്ന കാര്യത്തിലും യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ലെന്ന് മാടക്കത്തറ നിവാസികൾ പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.